പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശ്വാസ പരിശീലകരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസ പരിശീലകരുടെ ഇടയിൽ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരാണ് ഇടവയിലെ വികാരിച്ചന്മാർ, വൈദികർ. ഞാൻ വൈദികരെന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇടവക വൈദികർ, വികാരിച്ചന്മാരെയും കൊച്ചന്മാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും സമർപ്പിതരും നമ്മുടെ സന്യസ്ത വൈദികരും അതിൽ പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രാരംഭ കൂദാശകൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മളെല്ലാവരും കർത്താവായ ഈശോയുടെ ജീവനിൽ മാത്രമല്ല അവിടുത്തെ ദൗത്യത്തിലും പങ്കാളികളായി തീരുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ഒരേ സമയം പ്രബോധകനും പുരോഹിതനും രാജാവുമായിരുന്നു എന്ന പഴയ നിയമ ചിന്ത പുതിയ നിയമത്തിലും പ്രാബല്യത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളും ഈശോയോടൊപ്പം പ്രബോധകരാണ്, പുരോഹിതരാണ്, രാജാക്കന്മാരാണ്. എന്നാൽ വൈദികർ പ്രത്യേകമായിട്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ, തങ്ങളുടെ വിളിയിലൂടെ കർത്താവിൻ്റെ പ്രബോധന ദൗത്യത്തിലും ഈ 3 ദൗത്യങ്ങൾ പ്രത്യേകമാം വിധം പങ്കാളികളാണ്. പൗരോഹിത്യ പട്ടത്തിലൂടെ പ്രബോധന ദൗത്യം അവർ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. തിരുപ്പട്ടം നൽകുന്ന വേളയിൽ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം തിരുവസ്ത്രങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ഏൽപ്പിക്കുന്നത് സുവിശേഷമാണ്. കർത്താവിൻ്റെ സുവിശേഷം നിൻ്റെ ജീവിത നിയമമായിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം നിൻ്റെ ജീവിത വഴിയിൽ പ്രകാശമായി തീരട്ടെ. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നീ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുക എന്നുള്ള പ്രബോധനത്തോടു കൂടിയാണ് വൈദികർക്ക് സുവിശേഷം ഏൽപ്പിക്കപ്പെടുന്നത്. വൈദികൻ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കേണ്ടവനാണ്. നമ്മുടെ വൈദികരുടെ മരണശേഷം മൃതസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ആ കർമ്മത്തിൽ സുവിശേഷം വായിച്ചു കഴിഞ്ഞ് നിര്യാതനായ വൈദികനെ കൊണ്ടുപോയി സുവിശേഷം ചുംബിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വൈദികനായ ആ നിമിഷം മുതൽ തൻ്റെ മരണ നിമിഷം വരെയും വൈദികൻ സുവിശേഷവുമായി ബന്ധപ്പെട്ട് വചനപ്രഘോഷണത്തിൽ തൽപരനായി ജീവിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വൈദികർക്ക് ഏൽപ്പിക്കപ്പെട്ട പ്രധാന ദൗത്യമാണ് വചനം പ്രസംഗിക്കുക, പ്രഘോഷിക്കുക എന്നുള്ളതാണ്. എല്ലാ വൈദികരും ഈ ദൗത്യം നിർവഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇടവക വൈദികരും ഒപ്പം സമർപ്പിത വൈദികരും. എന്നാൽ ഇടവക വൈദികർക്ക് വളരെ പ്രത്യേകമായി വിശ്വാസ പരിശീലനവുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടവകയുടെ ഉത്തരവാദിത്വം ഇടവകയുടെ വികാരിച്ചന്മാർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്, നമ്മുടെ എല്ലാ ഇടവകളിലും ഏത് രൂപതകൾ എടുത്താലും നമ്മുടെ ഇടവകളിലൊക്കെ വിശ്വാസ പരിശീലനം, മതബോധനം വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ സജീവമായിട്ട് മതബോധനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ഇടവകയിലെ വികാരിച്ചന്മാരും കൊച്ചന്മാരുമാണ്. കാരണം ആ കാര്യത്തിൽ അവർക്ക് വളരെ താല്പര്യമുണ്ട്, ശ്രദ്ധയുണ്ട്, കരുതലുണ്ട്. പലപ്പോഴും അവർ കാർക്കശ്യക്കാരാണ് ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് വിശ്വാസ പരിശീലനം, മതബോധനം ഭംഗിയായിട്ട് നടക്കും. നമുക്ക് അഭിമാനിക്കാം. എല്ലാ സഭകളിലും എല്ലാ റീത്തുകളിലും വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും സ്വല്പം അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, സീറോ മലബാർ സഭയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിശ്വാസ പരിശീലനം നടക്കുന്നുണ്ട്. അതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ അഭിവന്യ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, സന്യാസിനികൾ, അൽമായ സഹോദരങ്ങൾ എല്ലാവരും കൂടി നന്നായി പരിശ്രമിക്കുന്നതുകൊണ്ടാണ് വിശ്വാസ പരിശീലന രംഗം ഇത്ര സജീവമായിട്ട് പോകുന്നത്. അഭിവന്യ തൂങ്കുടി പിതാവ് മാനന്തവാടിയിലെ പ്രഥമ മെത്രാനായി വന്നപ്പോൾ പിതാവ് വൈദികരോട് ചേർന്ന് എടുത്ത ഒരു തീരുമാനം മതബോധനത്തെ എത്രയോ ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. പിതാവ് പറഞ്ഞു, മതബോധനത്തിന് വേണ്ടി ഇടവയുടെ വരുമാനത്തിൻ്റെ 20% വരെ ചെലവഴിക്കുവാൻ
എൻ്റെ അനുവാദം ചോദിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ആവശ്യമുള്ള തുക ഇടവകളിൽ നിന്ന് എടുക്കാമെന്നുള്ളൊരു പൊതു അനുവാദം പിതാവ് അന്ന് കൊടുത്ത് ഞാൻ ഓർക്കുകയാണ്. പിതാവിൻ്റെ കൂടെ ഏതാനും വർഷങ്ങൾ മതബോധന ഡയറക്ടറായി രൂപതയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യം ഞാൻ ഓർക്കുന്നു. ആ ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ രൂപതകളിലും എല്ലാ ഇടവകളിലും അഭിവന്യ പിതാക്കന്മാരുടെ വികാരിച്ചുമാരുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലനം ഏറെക്കുറെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ വികാരിച്ചന്മാരുടെ ശ്രദ്ധ പ്രത്യേകിച്ച് ഈ രംഗത്തുണ്ട് താനും. നമ്മുടെ വികാരിച്ചന്മാരെ പറ്റി പറയുമ്പോൾ മെത്രാന്മാരുടെ സഹപ്രവർത്തകരാണ് വൈദികർ. മതബോധനം ഇന്ന് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ അത് വീണ്ടും പരിശുദ്ധ പിതാവ് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. കാറ്റക്കേസി ത്രതേന്തെ മതബോധനം ഇന്ന്. ആ പ്രമാണരേഖയുടെ നമ്പർ 64 പറയുകയാണ്, മെത്രാൻ്റെ സഹപ്രവർത്തകരാണ് വൈദികർ. ഒരു രൂപതയുടെ ഉത്കൃഷ്ട മതബോധകൻ മെത്രാനാണ്. പോൾ 6 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, സാർവത്രിക സഭയുടെ പ്രഥമ വേദോപദേശകൻ ഞാനാണ്. സാർവത്രിക സഭയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എനിക്കാണെന്ന് പിതാവ് പറഞ്ഞ് ഓർക്കുകയാണ്. മെത്രാന്മാരെ പറ്റിയുള്ള 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം 12ാമത്തെ നമ്പറിൽ പറയുകയാണ്, വിശ്വാസ രഹസ്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക, കൈമാറ്റം ചെയ്യുക, കാത്തു സൂക്ഷിക്കുക ഒരു മെത്രാൻ്റെ കടമയാണ്. അപ്പോൾ ഒരു രൂപതയിൽ വിശ്വാസ പരിശീലനം നന്നായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട വ്യക്തി ആ രൂപതയിലെ മെത്രാന്മാരാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പൊതുവിൽ അജപാലന സന്ദർശനത്തിന് വേണ്ടി പാസ്റ്ററൽ വിസിറ്റിന് വേണ്ടി ഇടവകളിൽ ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ടും മതാധ്യാപകരുമായിട്ട് സംവാദങ്ങൾ നടത്താറുണ്ട്. ഏതാനും സമയം അവരുടെ കൂടെ ചെലവഴിക്കും. അവിടുത്തെ മതബോധനം എങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസ രഹസ്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക, കൈമാറ്റം ചെയ്യുക, കാത്തു സൂക്ഷിക്കുക മെത്രാൻ്റെ കടമയാണ്. മതബോധനം വൈദികരുടെ പ്രധാനപ്പെട്ട ദൗത്യമാണെന്ന് മതബോധനം ഇന്ന് എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ 65ാം നമ്പറിൽ പറയുന്നുണ്ട്. മതബോധനം വൈദികരുടെ പ്രധാന കടമയാണ്. മാത്രമല്ല വൈദികർ മതബോധനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രബോധകരാണെന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ വൈദിക പരിശീലനത്തെ പറ്റിയുള്ള പ്രമാണരേഖയിലെ 6ാം നമ്പർ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ പ്രബോധകരാണ്. അപ്പോൾ എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മുടെ വികാരിച്ചന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. വചനപ്രഘോഷകർ, വിശ്വാസത്തിലെ പ്രബോധകർ, മക്കളെ തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾ, കുട്ടികൾ മാത്രമല്ല യുവതി യുവാക്കളെയും ദമ്പതികളെയും മുതിർന്നവരെയൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തി കാലോചിതമായി അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളാണ് വൈദികർ. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ നമ്മുടെ വൈദികരൊക്കെ വളരെ താല്പര്യപൂർവ്വം ഈ രംഗത്തുണ്ട്. എന്നാൽ കുറച്ചുകൂടി താല്പര്യം എല്ലാ വൈദികരും എടുക്കുകയാണെങ്കിൽ എത്ര മനോഹരമായി തീരും നമ്മുടെ വിശ്വാസ പരിശീലന രംഗം. കുറച്ചുകൂടിയുള്ളൊരു ശ്രദ്ധ, ഒരു കരുതൽ വേണമെന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ വൈദികർ കുടുംബ മതബോധനം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഫാമിലി കാറ്റഗൈസിസ് ഇന്നിപ്പോൾ പാശ്ചാത്യ നാടുകളിലും ലാറ്റിൻ അമേരിക്കൻ നാടുകളിലൊക്കെ ജന്മം കൊണ്ട് വളർന്നു വരുന്ന ഒരു കാര്യമാണിത്. പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിലേക്കും അത് വരും എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലൊക്കെ നമ്മളെപ്പോലെയുള്ള ഞായറാഴ്ച വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഇല്ല. അവസരങ്ങൾ വരുമ്പോൾ വിശ്വാസ പരിശീലനം നൽകുന്ന രീതിയാണ് അവർക്കുള്ളത്. ഉദാഹരണത്തിന് ഒരു വിവാഹം വരുമ്പോൾ ദമ്പതികളെ വിളിച്ച്, ഭാര്യ ഭർത്താക്കന്മാരെ വിളിച്ച് അവർക്ക് പരിശീലനം നടക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ മാമോദിസ വരുമ്പോൾ മാതാപിതാക്കളെ വിളിച്ച് അവർക്ക് അതേപ്പറ്റിയുള്ള പരിശീലനം കൊടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് കുടുംബ മതബോധനം. അവസരോചിതമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് കുടുംബത്തിലെ അംഗങ്ങൾക്ക് നൽകുന്ന മതബോധനം. അത് ഇടവേള വികാരിച്ചൻ ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് അപ്പോയിൻമെൻ്റ് നിശ്ചയിച്ച് ഒന്നുകിൽ പള്ളിയിൽ മുറിയിൽ വെച്ചോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ വെച്ചോ നൽകുന്ന പരിശീലനങ്ങളാണ്. അത് നമുക്ക് വേണ്ടി വരും കാലത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാകണം, റെഡിയുള്ളവരായിത്തീരണം.
അതിനായിട്ട് തങ്ങളെ തന്നെ വികാരിച്ചുമാർ ഒരുക്കേണ്ടതുമുണ്ട്. കൂടാതെ വൈദികർക്ക് തുടർ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വിശ്വാസ പരിശീലനങ്ങൾ ഫലപ്രദമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ഞായറാഴ്ചകളിലുള്ള വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, ഈ ക്ലാസ്സുകൾ കുറച്ചുകൂടി മനോഹരമായിട്ട് ഫലപ്രദമായിട്ട് കൊണ്ടുപോകുവാൻ വികാരിച്ചുമാർക്ക് എങ്ങനെ സാധിക്കും? ഏതാനും ശ്രദ്ധിക്കപ്പെടാവുന്ന മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ മതബോധന ക്ലാസ്സുകൾ നടത്തുന്നു എന്ന് മാത്രം പോരാ, അത് ഭംഗിയായി നടത്തണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പറ്റുമെങ്കിൽ വികാരിച്ചന്മാർ, കൊച്ചച്ചന്മാർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ ക്ലാസ്സുകളിൽ കൂടി എന്ന് കയറി ഇറങ്ങാൻ പറ്റിയ വലിയ കാര്യമാണ്. കുട്ടികളെ കണ്ടു, പ്രോത്സാഹിപ്പിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിക്കുന്നു, നന്നായി പഠിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു, കുർബാനയ്ക്ക് മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിസിറ്റ് നല്ലതാണ്. അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊരു പ്രോത്സാഹനമായിരിക്കും, കുറച്ചുകൂടി ഒരുങ്ങി വന്ന് പഠിപ്പിക്കാൻ സഹായിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം. പക്ഷെ അവയ്ക്ക് പുറമെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇടവകയിലെ മതബോധനം, വിശ്വാസ പരിശീലനം കൂടുതൽ കാര്യക്ഷമമായി നടത്തുവാൻ ഏതാനും നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രിയമുള്ള അച്ഛന്മാരുടെ പക്കൽ വയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുവാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അച്ഛന്മാരെല്ലാവരും തന്നെ ഭവന സന്ദർശനങ്ങൾ നടത്തുന്നവരാണ്. ഒരു വികാരിച്ചിൻ്റെ ഒരു വലിയ നല്ല അജപാലന പ്രവർത്തനമാണ് ഭവന സന്ദർശനം. ഭവന സന്ദർശനങ്ങളിലൂടെയാണ് അച്ഛന്മാർക്ക് ഭവനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകുക, ഭവനങ്ങളിൽ അങ്ങനെ കൂടുതൽ അറിയാൻ സാധിക്കുക. അതുവഴിയായിട്ട് ആ ഭവനങ്ങളിൽ നിന്ന് എത്ര മക്കൾ വിശ്വാസ പരിചയത്തിൽ വരുന്നുണ്ട്, എത്രമാത്രം താല്പര്യം മാതാപിതാക്കൾക്ക് ആ രംഗത്തുണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. ഭവന സന്ദർശനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മതപഠനത്തിന് വരാതിരിക്കുന്ന കുട്ടികൾ കാണും. കുറച്ച് നാൾ വന്നു പിന്നെ വരാതിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പലപ്പോഴും ആബ്സെൻ്റ് ആകുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രധാന അധ്യാപനോ ക്ലാസ് ടീച്ചറോ വിചാരിച്ചു നൽകുമ്പോൾ ആ കുട്ടികളെ ഭവനങ്ങളുമായി ബന്ധപ്പെടുക. പ്രത്യേകിച്ച് ഇന്നൊക്കെ ഫോൺ സൗകര്യമുള്ളപ്പോൾ ഫോണുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ ഭവനങ്ങൾ തന്നെ നേരിട്ട് പോയി സന്ദർശിച്ചോ, സന്ദർശനങ്ങളുടെയും അച്ഛന്മാർക്ക് ആ ഭവനങ്ങളും കുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. വിചാരിച്ച് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, താല്പര്യം എടുക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ കുട്ടികൾക്കും അവരെ പറഞ്ഞയക്കുന്നതിൽ മാതാപിതാക്കൾക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവകയ്ക്ക് ചേർന്ന നല്ല മതാധ്യാപകരെ കണ്ടെത്തുവാൻ വികാരിച്ചന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. വികാരിച്ചന്മാരുടെ ഭവന സന്ദർശനങ്ങളിലൂടെ കുടുംബങ്ങളുടെ പശ്ചാത്തലം അറിയാൻ വികാരിച്ചിന് സാധിക്കും, കുടുംബത്തിലെ അംഗങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഇടവകയിലെ കുട്ടികൾക്ക് നല്ല വിശ്വാസ പരിശീലനം കൊടുക്കുവാൻ പറ്റിയ ആളുകളെ കുടുംബങ്ങളിൽ നിന്ന് കണ്ടെത്തുവാൻ വികാരിച്ച് ശ്രദ്ധിച്ചാൽ ഉപകാരപ്രദമായി. അങ്ങനെ വികാരിച്ചമാർ ചെയ്യാറുണ്ട്. അങ്ങനെ കുടുംബങ്ങളുമായിട്ടും അധ്യാപകരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. ഓരോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അധ്യാപകരുടെ ഒരു സമ്മേളനം ഒരുമിച്ച് കൂടുമ്പോൾ വികാരിച്ചനും കൊച്ചച്ചനും ഒക്കെ സന്നിഹിതരാണ്, ആകണമല്ലോ. അപ്പോൾ കൂടുതൽ നല്ലൊരു ബന്ധം അധ്യാപകരുമായിട്ടുണ്ടാവും. അവരുടെ പറ്റി അറിയുക, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ തന്നെ വിശ്വാസത്തെ ഒന്ന് വിലയിരുത്തുക, അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളെ പറ്റി കൂടുതൽ അവബോധമുള്ളവനായി തീരുക. അങ്ങനെ നല്ല സൗഹൃദം, നല്ലൊരു സ്നേഹബന്ധം അധ്യാപകരുമായിട്ടുണ്ടായാൽ ആ അധ്യാപകർക്ക് വിശ്വാസ പരിശീലന രംഗത്ത് കൂടുതൽ സജീവതയോടെ, ആത്മാർത്ഥതയോടെ, പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയും ചെയ്തു. മറ്റൊന്ന്, നമ്മുടെ അധ്യാപകർക്ക് വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അവർ, ഞാൻ പറഞ്ഞല്ലോ, ശമ്പളമൊന്നും വാങ്ങാതെ സേവനം ചെയ്യുന്നവരാകുമ്പോൾ അവർക്കുള്ള അംഗീകാരങ്ങൾ, പ്രോത്സാഹനങ്ങൾ, അവരെപ്പറ്റി നല്ലൊരു വാക്കുകൾ പള്ളിയിൽ പറയുന്നത്, അവരെ നമ്മൾ ആദരിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ഇടവക സമൂഹത്തിന് മാതൃകയായി തീരും, കുഞ്ഞുങ്ങൾക്കും അത് മാതൃകയായി തീരും. അപ്പോൾ അധ്യാപകരുമായിട്ടുള്ള നല്ല ഒരു ബന്ധം, പ്രോത്സാഹനം, അംഗീകാരം, സഹായങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് അവർ ഓർക്കുക. മതബോധനം സജീവമാക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സജീവമായ ആരാധനക്രമമാണ് ബലിയർപ്പണം. നമ്മുടെ മിക്കവാറും ഇടവകളിൽ അത് നടക്കുന്നുണ്ട്. ക്ലാസ് അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബലിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കുന്നു. കാഴ്ചവെപ്പ് പ്രദർശനം, കുട്ടികൾ തന്നെ കുർബാനയിൽ സഹായിക്കുന്നു.
വചനങ്ങൾ വായിക്കുന്നു, പാട്ടുകൾ പാടുന്നു, മതാധ്യാപകർ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇങ്ങനെ സജീവമായ ആരാധനക്രമത്തിലൂടെ കുട്ടികൾക്ക് ആ ബലിയോടും കൂടുതൽ താല്പര്യം ജനിക്കുവാൻ ഇടവരിക ചെയ്യും. അപ്പോൾ നല്ല കൊയറുകളൊക്കെ രൂപപ്പെടുത്തുവാൻ അച്ഛന്മാരും കൊച്ചുമാരും വിചാരിച്ചാൽ സാധിക്കും. കുട്ടികളുടേതായ ഒരു കൊയറ്, യൂത്തിൻ്റെ ഒരു കൊയറ്, മുതിർന്നവരുടെ ഒരു കൊയറ്, ഇതൊക്കെ അങ്ങനെ ക്രമീകരിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആരാധനാക്രമത്തെ കൂടുതൽ സജീവമാക്കുവാൻ സാധിക്കും. കൃത്യമായ വചനപ്രഘോഷണം മറ്റൊരു കാര്യമാണ്. നന്നായി ഒരുങ്ങി വചനം പ്രഘോഷിക്കുക, പ്രസംഗങ്ങൾ പറയുക. ഒരുക്കമുള്ള പ്രസംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എവാഞ്ചേലി ഗൗദിയും സുവിശേഷത്തിൽ സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികൻ എത്ര മാത്രം ഒരുങ്ങി വചന പ്രഘോഷണം നടത്തണമെന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിൽ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ. വൈദികന്റെ പ്രാർത്ഥനാ ജീവിതം വിശ്വാസ പരിശീലനത്തിന് ആവശ്യമാണ്. വൈദികൻ പ്രാർത്ഥിക്കേണ്ടവനാണ്. അധ്യാപകർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി വചനം പറയുമ്പോൾ, ബലി അർപ്പിക്കുമ്പോൾ അത് കൂടുതൽ ഫലവത്തായിത്തീരും. തൻ്റെ അജവാല ശുശ്രൂഷയ്ക്ക് വേണ്ട ശക്തിയും സിദ്ധിയും ലഭിക്കാൻ വൈദികൻ പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ്റെ ജീവിതം മതാധ്യാപകരെയും കുട്ടികളെയും ഏറെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം വൈദികന് ആവശ്യമാണ്. അധ്യാപകരുമായിട്ടും കുട്ടികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ്. തൻ്റെ ഇടവക ജനവുമായിട്ടും നല്ല സൗഹൃദ ബന്ധം സൂക്ഷിക്കാൻ കഴിയണം വൈദികർക്ക്. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വൈദികൻ്റെ വചനങ്ങൾ കേൾക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടാകും. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും അവരെ അംഗീകരിക്കുന്ന കാര്യത്തിലും അവരെ വളർത്തിയെടുക്കുവാൻ ഉതകുന്നതായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലൊക്കെ വികാരിച്ചന്മാർ കൂടുതൽ ശ്രദ്ധാലുവായിരുന്നാൽ മതബോധന രംഗവും സജീവമാവും. നമ്മുടെ ഇടവേളയിലൊക്കെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തിരുവാല സഖ്യത്തിൻ്റെ പേരിലും മിഷൻ ലീഗിൻ്റേതായിട്ടും KCOIM SMIൻ്റെ പേരിലായാലും മാതൃവേദിക്കാരൊക്കെ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുമ്പോൾ മതബോധന രംഗം സജീവമാകുക തന്നെ ചെയ്യും. ഒപ്പം നമ്മുടെ വൈദികർ ശ്രദ്ധിക്കാവുന്നതാണ് കുട്ടികളിൽ കാണുന്ന കുറവുകൾ, പോരായ്മകൾ, തെറ്റുകൾ സ്നേഹപൂർവ്വം തിരുത്തി കൊടുക്കാൻ തയ്യാറാകും. പൊതുവായ തെറ്റുകളാണ് പൊതുവായും, വ്യക്തിപരമായ തെറ്റുകളാണ് വ്യക്തിപരമായും ചൂണ്ടിക്കാണിച്ച് തിരുത്തി മുന്നേറാൻ സാധിക്കണം. വിശ്വാസ രംഗത്ത് വരുന്ന പോരായ്മകൾ അപ്പോൾ തിരുത്തി പോയെങ്കിൽ മാത്രമേ വിശ്വാസരംഗം സജീവമാകുകയുള്ളൂ. കുട്ടികൾക്കും ടീച്ചേഴ്സിനും വേണ്ടി വന്നാൽ മാതാപിതാക്കൾക്കും വേണ്ടി തീർത്ഥാടനങ്ങളും പിക്നിക്കുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും ഉപകാരപ്രദമായിരിക്കും. പരിശുദ്ധ പിതാവ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ജൂബിലി വർഷത്തിൽ തീർത്ഥാടനത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരാകണം നമ്മളിന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. മാത്രമല്ല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെയും അധ്യാപകരെയും കൂട്ടി നടത്തുന്ന തീർത്ഥാടനങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ സഭാതലത്തിലും വിവിധ രൂപതാതലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ടെന്നും അത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതും ശുഭോദർക്കമായൊരു കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന കാര്യമാണ്. കാരുണ്യ പ്രവർത്തികളിലൂടെ വിശ്വാസ പഠനത്തോടൊപ്പം വിശ്വാസ പരിശീലനവും നടത്താവുന്നതാണ്. നമ്മുടെ എല്ലാ ഇടവകളിലും വിവിധങ്ങളായ സംഘടനകളിലൂടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനവർക്ക് നേതൃത്വം കിട്ടുന്നുണ്ട്. അധ്യാപകരും സംഘടനാ പ്രവർത്തകരും വികാരിച്ചിൻ്റെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ അത് വിജയപ്രദമായി തീരുക തന്നെ ചെയ്യും. സർവോപരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടവകയിലെ അച്ഛന്മാർ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ്. വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമായ ഊഷ്മളമായ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് രൂപത അധികാരി പിതാവും മെത്രാനുമായിട്ട് നല്ല ഊഷ്മളമായ ഒരു ബന്ധം വേണം. മറ്റു വൈദികരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകണം. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൈക്കാരന്മാർ, കോർഡിനേറ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സന്യസ്ത വൈദികർ, മതാധ്യാപകർ
തുടങ്ങിയായിട്ട് നല്ല സൗഹൃദങ്ങൾ, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ഇവരൊക്കെയായിട്ട് ഇങ്ങനെ നല്ല സൗഹൃദം വികാരിച്ചൻ സൂക്ഷിച്ചാൽ ആ വികാരിച്ചനുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലേക്ക് വരാൻ മക്കളും തയ്യാറാകും. തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ കണക്കിലെടുക്കുന്ന, തങ്ങളെപ്പറ്റി കരുതലുള്ള അച്ഛൻ്റെ പക്കലേക്ക് മക്കൾ, കുട്ടികൾ, യുവതി യുവാക്കന്മാർ വരുമെന്നുള്ളത് അനുഭവത്തിനുള്ള കാര്യമാണല്ലോ. അപ്പോൾ സൗഹൃദമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കണം. ഒപ്പം ഒരു ഇടവകയിൽ ധാരാളം പാവപ്പെട്ട കുട്ടികൾ കാണും. നമ്മുടെ കരുതലും നമ്മുടെ സ്നേഹവും നമ്മുടെ ശ്രദ്ധയും പരിഗണനയൊക്കെ ആവശ്യമായ മക്കൾ, അവരുടെ കാര്യത്തിൽ അതീവമായൊരു ശ്രദ്ധ, കരുതൽ പ്രിയപ്പെട്ട വികാരിച്ചന്മാർക്കുണ്ടാകണം. ചിലപ്പോൾ അവർ വേദപാഠ ക്ലാസ്സുകൾക്ക് അകന്നു നിൽക്കാൻ കാരണം അവരുടെ സാമ്പത്തിക പരാധീനതകളാകാം. നല്ല വസ്ത്രത്തിൻ്റെ അഭാവം, നല്ല ഭക്ഷണത്തിൻ്റെ പരിമിതികൾ, പാർക്കുവാൻ വീടില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും വരാം. അത്തരത്തിലുള്ള വീടുകളെ കണ്ടെത്താനൊക്കെ തൻ്റെ ഭവന സന്ദർശനങ്ങളിലൂടെ അച്ഛന് കഴിയും. അത്തരത്തിൽ വരുന്ന കുട്ടികളോടൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ, കരുതൽ കൊടുക്കുവാൻ വിചാരിച്ചിട്ട് സാധിക്കും. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന മക്കളെ കൂടുതൽ ശ്രദ്ധിച്ച് പല പല പരിപാടികൾ പങ്കാളിത്തം കൊടുത്ത് വളർത്തിയെടുക്കുവാൻ വികാരിച്ചന്മാർ മനസ്സുവെച്ചാൽ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിശ്വാസ പരിശീലന രംഗത്ത് വികാരിച്ചന്മാർ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് മനസ്സുവെച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ മതബോധന രംഗം സജീവമായി തീരും. ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും മക്കൾക്ക് സാധിക്കും. ഇടവകയിലേക്ക് വരാൻ മക്കൾക്ക് കൂടുതൽ താല്പര്യം തോന്നും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ധാരാളമായിട്ടുണ്ടാകട്ടെ. മതബോധന രംഗത്ത് ഏറെ സജീവതയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കുറച്ചുകൂടി മനസ്സുവെച്ച് ഇനിയും മതബോധന രംഗം, വിശ്വാസ പരിശീലന രംഗം സജീവമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ പിതാവ്. Thank you.